അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് യാ അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ സ്വദഖല്ലാഹുൽ അലിയുൽ അലീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും തഖ്വയിൽ അധിഷ്ഠിതമാക്കി മാറ്റണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലെ അവന്റെ ജീവിതം വളരെ പരിമിതവും നിർണിതവുമായ സമയമാണ്. നാം ഓരോരുത്തരും വ്യക്തിപരമായി പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ലക്ഷ്യം പലപ്പോഴും ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കൂട്ടുന്നതിലും അത് നിലനിർത്തുന്നതിലും അത്തരം അനുഗ്രഹങ്ങൾ ഏതു മാർഗേണ സമ്പാദിച്ചെടുക്കാം എന്ന ചിന്തയിലുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ തീരുമാനിച്ചാൽ ലാ തുഹ്സൂഹാ, അതിന്റെ എണ്ണം നിങ്ങൾക്ക് എവിടെയും നിർത്താൻ കഴിയില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മിൽ പലരുടെയും ബന്ധുമിത്രാദികൾ ഓക്സിജൻ സിലിണ്ടറുകളുടെയും വെന്റിലേറ്ററുകളുടെയും ഒക്കെ സഹായത്തോടുകൂടി മാത്രം ശ്വസിച്ചുകൊണ്ടിരിക്കെ, ജീവിതം നിലനിർത്തിക്കൊണ്ടിരിക്കെ, ഞാനും നിങ്ങളും സ്വതന്ത്രമായി ഉച്ഛ്വാസ നിശ്വാസങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊരു അനുഗ്രഹമാണ്. നമ്മിൽ പലരുടെയും സഹോദരങ്ങൾക്ക് ഗന്ധവും രുചിയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭൂതികൾ പോലും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ കാഴ്ചയും കേൾവിയും രുചിയും മണവും
ആസ്വദിക്കാൻ കഴിയുന്നു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. നിവർന്ന് നടക്കാനും ഇരിക്കാനും ചിരിക്കാനും വർത്തമാനം പറയാനും കഴിയുന്നു എന്നത് അനുഗ്രഹമാണ്. ആരാധനാലയങ്ങൾ പോലും അടച്ചിടുമ്പോൾ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു എന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ പറഞ്ഞു വന്നത് എണ്ണി പറഞ്ഞാൽ മിമ്പറിൽ നിന്നുകൊണ്ടോ താഴെ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ എഴുതി പറഞ്ഞാൽ കിതാബുകളുടെ എണ്ണം എത്ര പൂർത്തിയായാലും അനുഗ്രഹങ്ങളെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നാം പലപ്പോഴും അശ്രദ്ധയിലായി പോകുന്ന ഏറ്റവും മൂല്യവത്തായ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. സമയം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്നതിൽ നിന്ന് 24 മണിക്കൂർ കൂടി ഈ സമയം മുന്നിൽ വെച്ചുകൊണ്ട് നാം നോക്കിയാൽ നമ്മുടെ ജീവിതം ഖബറിലേക്ക് നാം അടുത്തിരിക്കുകയാണ്. ഓരോ സൂര്യാസ്തമയവും ഓരോ സൂര്യോദയവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട്. മനുഷ്യ അതിന്റെ ജീവിതം ചില സമയങ്ങൾ കൂടിച്ചേർന്നത് മാത്രമാണ്. യാ ഇബ്നു ആദം ഇന്നമാ അൻത അയ്യാമുൻ മുസ്ദമിഅ. മനുഷ്യ നിന്റെ ജീവിതം എന്ന് പറയുന്നത് കുറെ സമയങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന് ഘടിപ്പിക്കപ്പെട്ട കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ഉണ്ടും ഉറങ്ങിയും നീ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ഇദാ ദഹബ യൗമുക്, അതിൽ നിന്ന് ഒരു ദിവസം അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദഹബ ബഅദുക്, നിന്റെ ആയുസ്സിൽ നിന്ന് കുറെ ഭാഗം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നാം പലപ്പോഴും കേട്ട് പരിചയമുള്ള ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത സവാഇഖുൻ ദഖായിഖുൻ വസവാനി. നിന്റെ ഹൃദയമിടിപ്പ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്ന ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു, അവന്റെ ഹൃദയമിടിപ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി, തീർച്ചയായും നിന്റെ ഈ ജീവിതം ചില മിനിറ്റുകളും നിമിഷങ്ങളും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിന്റെ ജീവിതമില്ല. അതുകൊണ്ട് ഈ സമയത്തെ നീ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെ? ഓരോ ദിവസവും നേരം പുലർന്നതിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു സത്യവിശ്വാസി ഒന്ന് ആലോചിച്ചു നോക്കണം. രാവിലെ സുബഹി നമസ്കാരത്തിന് 5 മണിക്ക് എഴുന്നേറ്റ മനുഷ്യൻ രാത്രി 11 മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നുണ്ട് എങ്കിൽ ഈ 5 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയം ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? അതിൽ ഞാൻ അള്ളാഹുവിനുള്ള ആരാധനകൾക്ക് വേണ്ടി എത്ര സമയം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്? അതിൽ എന്റെ കുടുംബത്തിന്റെ ജീവിതായോധന മാർഗങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ചിലവഴിച്ചിട്ടുണ്ട്? അതിൽ എന്റെ കളിയും ചിരിയും തമാശയും എന്റെ മൊബൈലിൽ നോക്കി സമയം കൊല്ലുന്നതിനും വേണ്ടി ഞാൻ എത്ര സമയം ചിലവഴിച്ചിട്ടുണ്ട്? 24 മണിക്കൂർ മതിയാകാത്ത മനുഷ്യരുണ്ട് ജീവിതം കൊണ്ട്. 24 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കണം എന്നറിയാത്ത മനുഷ്യരുമുണ്ട്. 24 മണിക്കൂർ എങ്ങനെ തള്ളി നീക്കണം എന്നറിയാത്ത മനുഷ്യൻ അവന്റെ വിനോദങ്ങളിലും അവന്റെ കളിയിലും അവന്റെ ചിരിയിലും ആസ്വാദനങ്ങളിലും അവൻ ധാരാളം സമയം ചിലവഴിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അൽ വഖ്തു കസ്സൈഫ്, സമയം ഒരു വാളുപോലെയാണ്. 2 തലകളിലും മൂർച്ചയുള്ള ഒരു വാളുപോലെയാണ് സമയം. ഇല്ലം തഖ്തൗഹു ഖതാക്,
അതിനെ നീ മുറിക്കുന്നില്ല എങ്കിൽ നിന്നെ അത് മുറിച്ചു കളയും. അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കനം തൂങ്ങുന്ന അനുഗ്രഹമാണ് അവന്റെ സമയം, അവന്റെ ആയുസ്. ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അലു അൻ അർബഅ. 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷമല്ലാതെ അതിന്റെ മറുപടി കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷമല്ലാതെ ലാ തസൂലു ഖദമ അബ്ദിൻ, ഒരു അടിമയുടെയും കാലടികൾ മുന്നോട്ട് സഞ്ചരിക്കുകയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ. 4 കാര്യങ്ങളെ കുറിച്ച് അവൻ മറുപടി കൊടുക്കണം. ധാരാളം കേട്ട് സുപരിചിതമാണ് നമുക്ക് ആ ഹദീസ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ ഉംരിഹി ഫീമാ അഫ്ന. അവന്റെ ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. ഭൂമിയിൽ എത്ര വർഷം ജീവിച്ചു? 60 വർഷം, 70 വർഷം. ചിലർ അതിൽ കൂടുതൽ, ചിലർ അതിൽ കുറവ്. അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യർക്ക് ഞാൻ ആയുസ് കൊടുക്കുന്നത് വ്യത്യസ്തമാണ്. ചിലരെ ഞാൻ ചെറുപ്പത്തിലെ പിടിച്ചെടുക്കും, ചിലരെ ഗർഭാശയങ്ങളിൽ വെച്ച് തന്നെ പിടിച്ചെടുക്കും, ചിലരെ അവരുടെ നല്ല കത്തി നിൽക്കുന്ന യൗവനത്തിന്റെ ഘട്ടത്തിൽ പിടിച്ചെടുക്കും. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആളുകൾ ആരോഗ്യത്തോടു കൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യൻ കുഴഞ്ഞു വീട് മരിച്ചിരിക്കുന്നു. അതേസമയം 15-20 വർഷമായി ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ബന്ധുമിത്രാദികൾ മരണത്തെ മുഖാമുഖം കണ്ട ആളുകൾ ഉണ്ടാകും. വർഷങ്ങളായിട്ടും അങ്ങനെ കിടക്കുന്നു. മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അള്ളാഹു നൽകുന്ന ആയുസിന്റെ ഘടന അങ്ങനെയാണ്. അപ്പോ ഒന്നാമത്തെ ചോദ്യം, നിന്റെ ആയുസ് നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചിലവഴിച്ചിട്ടുണ്ടാകും, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നിന്റെ വായനയുടെയും പഠനത്തിന്റെയും മാർഗത്തിൽ നീ വിനിയോഗിച്ചിട്ടുണ്ടാകും, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നിന്റെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി നീ ചിലവഴിച്ചിട്ടുണ്ടാകും, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നന്മകൾക്ക് വേണ്ടി, ദിക്റുകൾക്കും ദുആകൾക്കും വേണ്ടി പണ്ഡിതന്മാരെ കുറിച്ച് പറയുമല്ലോ. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വൈദ്യശാസ്ത്രത്തിലും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിലും അഗ്രഗണ്യനാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ നടന്നു പോകുന്ന ആ വഴിയിൽ മടങ്ങി വരുവോളം അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മടങ്ങി വരുമ്പോൾ അദ്ദേഹം കുറിച്ചു വെക്കും, ഇത്ര സമയം ഞാൻ സഞ്ചരിച്ചു, ആ സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര ജുസ് പാരായണം ചെയ്തിരിക്കുന്നു. എഴുതിക്കൊണ്ടിരിക്കുക പേന കേടുവന്നാൽ അതൊന്ന് തിരിച്ചു മറിച്ചും റിപ്പയർ ചെയ്യുന്ന ആ നിമിഷങ്ങൾ പോലും വെറുതെ ഇരിക്കാറുണ്ടായിരുന്നില്ല എന്നും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആ സമയവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമായിരുന്നു എന്നുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലത് പറയേണ്ട നാവ് കൊണ്ട് നാം എന്തെല്ലാം പറഞ്ഞു കൂട്ടുന്നു, നല്ലത് കേൾക്കേണ്ട കാതുകൊണ്ട് നാം എന്തെല്ലാം കേട്ടുകൂട്ടുന്നു, നല്ലത് ചിന്തിക്കേണ്ട തലച്ചോറ് കൊണ്ട് നാം ഏതെല്ലാം ലോകങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നു. എന്നിട്ട് ഈ നാവ് കൊണ്ട് ഒരു വർത്തമാനവും പൊങ്ങാൻ കഴിയാത്ത വിധം നാം കിടപ്പിലായി കഴിയുമ്പോൾ നമ്മുടെ കാതിൽ വന്നിരുന്നു കൊണ്ട് ആളുകൾ പറഞ്ഞു തരും ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നമ്മളോട് പറയും ഒന്ന് പറയാൻ ശ്രമിക്കുകയെന്ന്. നല്ല ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നല്ല ആരോഗ്യമുള്ളപ്പോൾ നാം കാതുകൊണ്ട് കേട്ടിട്ടില്ല. എന്നിട്ട് നമുക്ക് ഒന്നിനും കഴിയാതെ വരുമ്പോ, എല്ലാം ശുഷ്കിച്ച് ആരോഗ്യം ക്ഷയിച്ച് നാം കിടപ്പിലായി കഴിയുമ്പോ നമ്മുടെ അരികിൽ വന്നിരുന്നിട്ട് ആരാണ് മനോഹരമായിട്ട് എന്റെ വാപ്പാക്കൊന്ന് ഖുർആൻ ഓതി കൊടുക്കാൻ പറ്റുന്ന ആളുള്ളത് ഉസ്താദെ എന്ന് ചോദിച്ച് വിളിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ആയുസ്സിനെ കുറിച്ച് അള്ളാഹു ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ എന്റെ ഫേസ്ബുക്കിന് വേണ്ടി ഇത്ര മണിക്കൂർ ഒരു ദിവസം ചിലവഴിച്ചിരുന്നു, ഞാൻ എന്റെ വാട്സപ്പിന് വേണ്ടി ഇത്ര മണിക്കൂർ ചിലവഴിച്ചിരുന്നു. വിശുദ്ധ ഖുർആനോ? വിശുദ്ധ ഖുർആന് വേണ്ടി ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തിരുന്നു, മതിയോ?
അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലൂടെ പങ്കുവച്ച അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വെള്ളിയാഴ്ച ഞാൻ ഖുതുബയിലൂടെ കേട്ടിരുന്നു, മതിയോ? പടച്ചവന്റെ മറുപടി എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത്തത്തുക ആയാത്തുക, ഞാൻ എന്റെ ആയത്തുകളെ നിന്റെ കയ്യിലേക്ക് തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അധ്വാനം ഉണ്ടായിരുന്നോ? ഞാനും നിങ്ങളും എന്തെങ്കിലും ഒരു പരിശ്രമം, എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനീയങ്ങൾ കരസ്ഥമാക്കിയത്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ലേ? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നൽകിയില്ലേ? ഇപ്പോ എത്ര സമയമാണ് നമുക്ക് ബാക്കിയുള്ളത്? വീടുകളിലാണ്. 5 മണിയോ 6 മണിയോ കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അടക്കപ്പെട്ടു. വീട്ടിലെത്തിയതിനു ശേഷം എത്ര സമയം നമുക്ക് ബാക്കിയുണ്ട്? ഉറങ്ങി എഴുന്നേറ്റ് തഹജ്ജുദിന് എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ചു, സുബഹിക്ക് ശേഷം എത്രയധികം സമയം നമുക്ക് ബാക്കിയുണ്ട്? ഭൗതികമായി നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 1 മണിക്കൂറും 2 മണിക്കൂറും കായികമായി അധ്വാനിക്കുന്ന, നടക്കാൻ പോകുന്ന, ജിമ്മിൽ പോകുന്ന ആളുകളില്ലേ? എത്ര മണിക്കൂർ ആത്മീയമായി അള്ളാഹുവിന് വേണ്ടി എത്ര മിനിറ്റ് മാറ്റിവെച്ചിട്ടുണ്ട്? 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പരിമിതമായ സമയമാണോ? ആകെ കൂടി നോക്കി എത്ര മിനിറ്റ് ഉണ്ടാകും നമസ്കാരത്തിന് വേണ്ടി മാറ്റിയത്? 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി മാറ്റിവെച്ച അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് സമയം കൊണ്ട് 24 മണിക്കൂറും നമ്മെ വഴിപിഴപ്പിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്ലീസിനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന്, പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നാം കരുതി പോകുന്നുണ്ട് എങ്കിൽ അത് വൃഥാവിശ്വാസമാണ്. നമുക്ക് കഴിയില്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഒരു അജണ്ട നാം തീരുമാനിക്കണം. 24 മണിക്കൂർ ഞാൻ എന്റെ 60 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതൊരു ശരാശരിയാണ്. ആ ഓരോ ദിവസത്തെയും ഓരോ മണിക്കൂറുകൾ നിഅമതാനി മഅ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസി അസ്ഹത്തു വൽ ഫറാ, 2 അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ മനുഷ്യരിൽ അധികം ആളുകളും വഞ്ചനയിലകപ്പെട്ടു പോയവരാണ്. അവരുടെ ആരോഗ്യത്തിന്റെയും ഒഴിവ് സമയത്തിന്റെയും കാര്യത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാം വഞ്ചനയിലകപ്പെട്ടവരാണ്. അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു 2 മുഖം നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയത് പരീക്ഷിക്കാനും നമ്മെ ശിക്ഷയിലകപ്പെടുത്താനും പോകുന്നതായിരിക്കും. സൗന്ദര്യം അനുഗ്രഹമാണ്, സമ്പത്ത് അനുഗ്രഹമാണ്, സന്താനങ്ങൾ അനുഗ്രഹമാണ്, ആരോഗ്യവും സമയവും ഓരോന്നും അനുഗ്രഹമാണ്. അതിനൊക്കെയും ഒരു വിമാനമുഖമുണ്ട്. അതിനെ അള്ളാഹുവിന്റെ തൃപ്തിയിലാണ് നാം വരച്ചെടുക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നന്മയുടെ തുലാസിൽ കനം തോന്നുന്ന അമലുകളുമായിട്ട് കടന്നു ചെല്ലാൻ കഴിയും. നേരെ മറിച്ചാണ് എങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെയൊക്കെയും നാശത്തിന് കാരണമായി കൊണ്ടായിരിക്കും കടന്നു ചെല്ലാൻ കഴിയുക. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മാമിൻ ഫജ്റിൻ യൻഷഖു ഫജ്ർ, ഓരോ പ്രഭാതവും നിങ്ങളുടെ മുമ്പിലേക്ക് പൊട്ടിവിടരുന്നത്, നല്ല മനോഹരമായ പ്രഭാതങ്ങൾ കടന്നു വരുന്നത് ഇല്ല വനാദാ മുനാദിൻ, ഒരു വിളിയാളൻ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലാതെ സംഭവിക്കുന്നില്ല. ആ വിളിയാളൻ വിളിച്ചു പറയുന്നത് യാ ഇബ്നു ആദം അന യൗമുൻ ജദീദ്, മനുഷ്യ ഞാനൊരു പുതിയ ദിവസമാണ്, ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം കഴിഞ്ഞുപോയിരിക്കുന്നു. ഇനി നീ എന്തെല്ലാം പകരം കൊടുക്കാമെന്ന് പറഞ്ഞാലും നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം അത് ഭൂതകാലത്തിലേക്ക് പോയി. വേറെ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ പരിമിതമായെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റിയേക്കും. ആരോഗ്യം ക്ഷയിച്ചാൽ പരിമിതമായെങ്കിലും തിരിച്ചു പിടിക്കാം. സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാൽ പരിമിതമായെങ്കിലും തിരിച്ചു പിടിക്കാം.
സമയം എങ്ങനെയാണ് തിരിച്ചു പിടിക്കാൻ കഴിയുക? ഞാനൊരു പുതിയ ദിവസമാണ്. വഅന അമലുക ഷഹീദ്. ഈ പുതിയ ദിവസത്തിൽ നീ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നിനും ഞാൻ സാക്ഷിയുമാണ്. നിന്റെ ഓരോ കർമ്മങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫസഅഖൂലു മിന്നി അമലുൻ സ്വാലിഹ്. ഫസഅഖൂലു മിന്നി, അതുകൊണ്ട് ഞാൻ തീർച്ചയായും പറയുന്നു, എന്നിൽ നിന്ന് നീ അമലുൻ സ്വാലിഹ് നേടിയെടുക്കാൻ കഴിയണം. വലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരേക്കും കഴിഞ്ഞുപോയ സമയം നിന്നിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ല. 2020 ജൂലൈ 30 നിന്ന് ഇന്നേക്ക് നാം പരിശോധിച്ചു നോക്കിയാൽ 365 ദിവസം നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയിരിക്കുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരു വാഹനത്തിന് നാം ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ വാഹനം മുന്നോട്ട് പോവുകയാണ്. ജീവിതമാണ് ആ വാഹനം. നമ്മളെ തെരഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനം നമുക്ക് നേരെ മറുകരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വാഹനം മരണത്തിൻ്റെതാണ്. ഈ രണ്ട് വാഹനങ്ങളും ഒരു കൃത്യമായ പോയിന്റിൽ സംഗമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരമാകുന്ന വസ്ത്രം മാറ്റിവെച്ചുകൊണ്ട് ആത്മാവ് മരണത്തിന്റെ വാഹനത്തിൽ കയറി യാത്ര തിരിക്കുന്നു. അതെവിടെ നിന്നാണോ വന്നത് അവിടേക്കുള്ള സഞ്ചാരമാണ്. പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും, അതിൽ ഏതെല്ലാം നിമിഷങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഏതെല്ലാം നിമിഷങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വിരുദ്ധമായി നാം ചിലവഴിച്ചു പോയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ നാം കണ്ടെത്തേണ്ടതാണ്. യബീതു വയൻഹാ കുല്ല യൗമിൻ വലൈല. ഓരോ രാവും ഓരോ പകലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ബഈദൻ അനി ദുനിയ ഖരീബൻ ഇലൽ ഖബർ. ഖബറിലേക്കുള്ള നിങ്ങളുടെ ദൂരം കൂടി, ദുനിയാവിൽ നിന്നുള്ള നിങ്ങളുടെ അകലം വർദ്ധിക്കുകയും ചെയ്തു. നിങ്ങൾ കടന്നുപോയി. ഇനി ആ കടന്നുപോയതൊന്നും തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഞാൻ സൂചിപ്പിച്ചു വന്നത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യവത്തായ, ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവന് തിരിച്ചെടുക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവന്റെ സമയം. ആ സമയത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞുകൊണ്ടല്ലാതെ അവന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ പറയേണ്ടി വരുന്ന രണ്ടാമത്തെ കാര്യം, വഅൻ ശബാബിഹി ഫീമാ അബ്ല. അവന്റെ യൗവനത്തെ കുറിച്ച് പറയണം. നമുക്കൊക്കെ കഴിഞ്ഞുപോയ ഒരു കാലമുണ്ട്. നല്ല ചോരത്തിളപ്പിന്റെയും ആരോഗ്യത്തിന്റെയും ഒരു കടലും വേണമെങ്കിൽ ചാടിക്കടക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെയും ചങ്കുറപ്പിന്റെയും യൗവനമുണ്ടായിരുന്നു. എന്റെ മുന്നിൽ ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ള യുവാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ യൗവനം എങ്ങനെ ചിലവഴിച്ചു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നാം മറുപടി പറയേണ്ടി വരും. യൗവനത്തിൽ അള്ളാഹുവിന് വേണ്ടി സമയം ചിലവഴിച്ച ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 തലവാചകങ്ങളിൽ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്നു വന്ന, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്ത, അള്ളാഹുവിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച, അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ തണലും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിഷേധിക്കപ്പെടുമ്പോൾ, അഥവാ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യരൊക്കെയും ഹാജരാക്കപ്പെടുമ്പോൾ, അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹീതരാകുന്ന യുവാക്കളെ കുറിച്ച് പറഞ്ഞു. ആ യുവാക്കൾ വാർദ്ധക്യത്തിൽ എത്തിയവരായിരിക്കാം, വാർദ്ധക്യത്തിൽ എത്തി മരണപ്പെട്ടവരായിരിക്കാം. പക്ഷെ അവരുടെ യൗവനം അവർ വിനിയോഗിച്ചത് അള്ളാഹുവിന്റെ തൃപ്തിയിലായിരുന്നു.
അവരുടെ കണ്ണുകൾക്ക് മേൽ അവർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു, അവരുടെ തലച്ചോറുകൾക്ക് മേൽ അവർക്ക് നിയന്ത്രണമുണ്ടായിരുന്നു, അവരുടെ ശരീരത്തിന്റെ എടുത്തുചാട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മേൽ അള്ളാഹുവിന്റെ തൃപ്തിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് പാത്രമാണ്. അപ്പോൾ യൗവനത്തെ കുറിച്ച് ചോദിക്കും. നാം പലപ്പോഴും പല സഹോദരങ്ങളും പങ്കുവെക്കാറുണ്ട്, ഞങ്ങളുടെ യൗവനം ജാഹിലിയത്തിലായിരുന്നു, ഞങ്ങൾ ഒരുപാട് വൈകിപ്പോയി യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ. പക്ഷെ മനസ്സിലാക്കിയതിനു ശേഷം യൗവനകാലത്ത് ചിലവഴിച്ച ജാഹിലിയത്തിനൊക്കെയും പ്രായശ്ചിത്തമാകുമാറ് നന്മയിൽ മുന്നേറി സമയം ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ചകളെ പുറത്തു കൊടുക്കുകയും നന്മകൾക്ക് ഇരട്ടിക്കിരട്ടിയായി പ്രതിഫലം നൽകുകയും ചെയ്ത് അത്തരം സഹോദരങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തേത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഅൻ മാലിഹി ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു. സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ടാകും. വിശദമായി പ്രതിപാദിക്കേണ്ട മറ്റൊരു വിഷയമാണ് നിങ്ങളുടെ സമ്പത്ത് എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ വിനിയോഗിച്ചത് എന്ന കൃത്യമായ രേഖകൾ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരും. രഹസ്യങ്ങൾ, മറച്ചുവെക്കലുകൾ സാധ്യമല്ലാത്ത വിധം എല്ലാം വെളിപ്പെടുന്ന നിമിഷം. നമുക്കറിയാം, ചാരപ്പണിയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് പെഗാസസ്. എല്ലാ ഫോൺ കോളുകളും ചോർത്തപ്പെടുന്നു. എല്ലാ ഉന്നതാധികാരികളെയും അവരുടെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷണത്തിലാണ്. അതൊക്കെയും ചോർത്തിയെടുത്തിരിക്കുന്നു. അവരുടെ എല്ലാം നാവുകൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് അവിടെ നിൽക്കട്ടെ. ഈ ചാരപ്പണി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മനുഷ്യന്റെ ഇടവും വലവും അവന്റെ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാലാഖമാരുണ്ട്. അവരിൽ നിന്ന് കണ്ണുവെട്ടിച്ചുകൊണ്ട് മനുഷ്യന് ഒന്നും ചിലവഴിക്കാൻ സാധ്യമല്ല, അവന്റെ സമയം വിനിയോഗിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണല്ലോ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റഹിമഹുല്ലാ തന്റെ മകനെ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കണ്ണുവെട്ടിക്കാൻ കഴിയുമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണിക്കാതെ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നീ ചെയ്തുകൊള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ സദാസമയവും നിരീക്ഷിക്കപ്പെടുന്ന CCTV ക്യാമറയിലാണുള്ളത്. അവന്റെ ജീവിതത്തെ പൂർണ്ണമായും ഒപ്പിയെടുക്കപ്പെടുന്നുണ്ട്. അതൊക്കെയും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. ഞാൻ പറഞ്ഞത്, മറച്ചുവെക്കാൻ കഴിയാത്ത എല്ലാ രേഖകളും എല്ലാ കണക്കുകളും സമർപ്പിക്കപ്പെടുന്ന ദിവസം അവന്റെ സമ്പാദ്യത്തെക്കുറിച്ചും അവൻ വിനിയോഗിച്ചതിനെ കുറിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും. അവന്റെ വിജ്ഞാനത്തെ കുറിച്ച് ചോദിക്കും. അവൻ പഠിച്ചതും കേട്ടതും അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ അവന്റെ അറിവുകളെ കുറിച്ച് അള്ളാഹു ചോദിക്കും. നീ എന്തെല്ലാം പഠിച്ചു എന്നതല്ല ചോദ്യം. പഠിച്ചതിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ നന്മകൾക്ക് വേണ്ടി നീ പ്രയോജനപ്പെടുത്തിയത് എത്രയുണ്ട് എന്നതിനാണ് പ്രതിഫലം ഉണ്ടാവുക. അല്ലാത്തതൊക്കെയും മറിച്ചുകൊത്തുന്ന അനുഭവമായിരിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥി പരീക്ഷയ്ക്കില്ലാത്ത വിഷയങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ ആ വിദ്യാർത്ഥി വിഡ്ഢിയാണ് എന്ന് നാം പറയും. നാളെ നടക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പരീക്ഷയാണ്. അവൻ ആ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന്റെ തൊട്ട് മുൻപ് വരെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയോ ബയോളജിയോ ഫിസിക്സോ കെമിസ്ട്രിയോ ആണ് എന്ന് വന്നാൽ അവന്റെ കയ്യിലേക്ക് കിട്ടാൻ പോകുന്ന ചോദ്യപേപ്പറിന് എങ്ങനെയാണ് അവൻ ഉത്തരം എഴുതാൻ കഴിയുക? ഞാൻ സൂചിപ്പിച്ചത് ഒറ്റ വാക്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതം നമ്മുടെ സമയമാണ്. സമയത്തെ നാം നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ
നമ്മുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ഒരു ക്രമവും അജണ്ടയും നാം തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ആ സമയം നമ്മെ മുറിച്ചു കളയും. അതിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം സമയം കണ്ടെത്തണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പല പ്രക്രിയകളിൽ ഏർപ്പെടുമ്പോഴും നാവുകളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കടന്നു വരാൻ, അനുസ്മരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമയങ്ങളിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനും കുടുംബാംഗങ്ങളെ പഠിപ്പിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനുമുള്ള ശ്രമം ബോധപൂർവം ഉണ്ടാകണം. ഇതൊന്നുമില്ല എങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവൻ കടന്നു ചെല്ലാൻ പോകുന്നത് അവന്റെ ജീവിതമാകുന്ന വലിയ ഒരു ഭാണ്ഡക്കെട്ടിൽ ഊതിവീർപ്പിക്കപ്പെട്ട ഒരു ബലൂൺ കാറ്റഴിച്ചു വിട്ടാൽ ഏതുപോലെ അത് ശൂന്യമായി പോകുമോ അതുപോലെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയിലായിരിക്കും. നാം ഈ പരീക്ഷയെ അഭിമുഖീകരിച്ചേ മതിയാകും. ആ പരീക്ഷയുടെ സിലബസ്, അത് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ, പഠിപ്പിക്കാനുള്ള അധ്യാപകൻ, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഒറ്റ വാക്കിൽ അത്രയേ ഉള്ളൂ. അർ-റഹ്മാൻ, ആ പഠിപ്പിക്കാനുള്ള അധ്യാപകൻ കാരുണ്യവാനാണ്. അധ്യാപകൻ കാരുണ്യവാനാണ്. ആ കാരുണ്യവാൻ അല്ലമൽ ഖുർആൻ, അവനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അവനാണ് ജീവിതം പഠിപ്പിക്കുന്നത്. അവനാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കണം എന്ന്, ഏത് അച്ചുതണ്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവനാണ്. ആ സമയത്ത് നാം വിലമതിക്കുന്നില്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം കൈവിരൽ കടിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിൽ നിന്ന് ഇംഗ്ലീഷ് ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ ഇംഗ്ലീഷായിരുന്നോ പരീക്ഷ, ഞാൻ പഠിച്ചത് ബയോളജിയായി പോയല്ലോ എന്ന് ഖേദിച്ച് മടങ്ങുന്നവനെ പോലെ ഇറങ്ങേണ്ടി വരും. അവൻ പടിയിറങ്ങേണ്ടി വരുന്നത് നരകത്തിലേക്കായിരിക്കും. ഒരു പിടി പണ്ഡിതന്മാരുടെ ചരിത്രം ഭക്ഷണം കഴിക്കുന്ന സമയം പോലും, കുളിക്കുന്ന സമയം പോലും നഷ്ടമായി പോകരുത് എന്ന് കരുതിയിട്ട് മക്കളെ കൊണ്ട് കിതാബ് വായിപ്പിച്ച് അത് കേട്ടിരുന്ന പണ്ഡിതന്മാരെ കുറിച്ച് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അത്രമാത്രം സമയത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ സമയം, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ കൃത്യമായി ബോധ്യപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. അനുകൂലമായി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് ബോധപൂർവം നമ്മുടെ ജീവിതത്തെ നാം അജണ്ട, എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും എന്ന് തീരുമാനിക്കണം. ഏത് സമയത്ത് ഞാൻ വിശുദ്ധ ഖുർആൻ പഠിക്കും, ഏതേത് സമയങ്ങളിൽ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കും, എന്റെ ജീവിതായോധന മാർഗങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും അള്ളാഹുവിന്റെ തൃപ്തി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നും അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നുമുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി ആ സമയവും ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയും സത്യവിശ്വാസിക്ക്. ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭകരമാണ്. ആ ഒരു ലാഭകരമായ കച്ചവടമാണ് സമയമെന്ന ഈ മൂലധനം കൊണ്ട് നാം നിർവഹിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ച് ആയുസ്സിനെ അള്ളാഹുവിന്റെ തൃപ്തിയിൽ വിധേയപ്പെടുത്തി നാളെ റബ്ബിന്റെ മുമ്പിൽ അനുകൂലമായി സാക്ഷി പറയാൻ കഴിയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.